നമസ്കാരം. കുട്ടികളിലും മുതിർന്നവരിലും കണ്ടുവരുന്ന ബ്രോങ്കിയൽ ആസ്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോകത്ത് തന്നെ ഏകദേശം 300 മില്യൺ ആളുകൾക്ക് ഇന്ന് ആസ്മ ഉണ്ടെന്നാണ് റീസെന്റ് സ്റ്റഡീസിൽ പറയുന്നത്. അതുപോലെ തന്നെ വർഷം തോറും രോഗികളുടെ എണ്ണം കൂടുന്നതായിട്ടും രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ആസ്മ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രോങ്കിയൽ ആസ്മ എന്താണ്, അതുപോലെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ, ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ, ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ചില സിമ്പിളായിട്ടുള്ള ശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയവയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീഴ്ശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. ആദ്യം തന്നെ എന്താണ് ആസ്മ എന്ന് നോക്കാം. അപ്പോൾ ആസ്മ എന്ന് പറയുമ്പം നമുക്ക് പല ട്രിഗറിങ് ഫാക്ടേഴ്സ് കാരണം, അതായത് നമുക്ക് പ്രേരിത ഘടകങ്ങൾ കാരണം സമ്പർക്കം വരുമ്പോൾ ശ്വാസനാളത്തിൽ നീർക്കെട്ട് വരികയും, നീർക്കെട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക, ശ്വാസനാളത്തിൻ്റെ ആ ഒരു വ്യാസം കുറയും. അപ്പം നമുക്ക് ഈ ശ്വാസനാളം വന്ന് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. ചുരുങ്ങി പോകുമ്പോൾ നമുക്ക് ഈ വായു പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ശ്വാസതടസ്സം, ചുമയായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ശ്വാസനാളത്തിൽ വരുന്ന ഒരു നീർക്കെട്ട് തന്നെയാണ് ആസ്മ എന്ന് പറയുന്നത്. അതുവഴി ശ്വാസകോശത്തിൽ നിന്നുള്ള വായു പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. ഇതിന്റെ കാരണങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജനിതക ഘടന ഒരു കാരണമാണ്. ഇത് നമ്മളെ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ആസ്മ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. പിന്നെ മറ്റു പല കാരണങ്ങളും ഉണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന്, നമുക്ക് എന്തെങ്കിലും അലർജി ഉള്ള ആളുകളിൽ ഇങ്ങനെ ആസ്മയായിട്ട് മാറാറുണ്ട്. അതായത് വീടിൻ്റെ ഉള്ളിലെ പൊടി, വളർത്തു മൃഗങ്ങളുടെ ഹെയർ, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ നേരം ചെലവഴിക്കുന്ന ആളുകളിൽ, പിന്നെ എന്തെങ്കിലും പുക, അതുപോലെ ഈവൻ നമ്മളെ മാറ്റ്, കർട്ടൻ തുടങ്ങിയവയിൽ നിന്ന് വരെ നമുക്ക് ശ്വാസമുട്ടൽ പോലത്തെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ സാധനം നമ്മൾ ശ്വാസകോശത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് തന്നെയാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് കൂടുതലായിട്ട് ചുമ വരിക, അല്ലെങ്കിൽ ശ്വാസമുട്ടൽ പെട്ടെന്ന് വലിവ് വരിക, ഇതൊക്കെയാണ് കാണാറുള്ളത്. പിന്നെ ചില ആളുകൾക്ക് കൂടുതൽ ഈ കോട്ടൺ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ, അതുപോലെ ഈ ഖനന മേഖലയിലുള്ള ആളുകൾ, അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒക്യുപ്പേഷണൽ ആസ്മ എന്ന് പറയും. അതായത് ഇവയായിട്ടൊക്കെ കൂടുതൽ സമ്പർക്കം വരുന്ന ആളുകളായിരിക്കും ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്. അവർക്ക് ഫാമിലി ടെൻഡൻസി ഒന്നും കാണില്ല. കുറേ കാലം ജോലി ചെയ്ത് ആ എക്സ്പോഷർ കൂടി കഴിയുമ്പം ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതായത് ഉണ്ടാവുന്ന ശ്വാസതടസ്സം അല്ലെങ്കിൽ ഈ വലിവ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്മോക്കിംഗ്. അതായത് ആക്റ്റീവ് ആൻഡ് പാസീവ് സ്മോക്കിങ്ങും പ്രോബ്ലമാണ് ആസ്മയിൽ, അല്ലെങ്കിൽ ആസ്മ വരാനുള്ള ഒരു കാരണം ഈ സ്മോക്കിംഗ് ആണ്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം, അതായത് തണുപ്പ് കാലത്ത് ആസ്മയുടെ ബുദ്ധിമുട്ട് കൂടുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും കൂടുതൽ മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകളിൽ ഇങ്ങനത്തെ ഒരു വലിവിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഇത് ആസ്പിരിൻ പോലുള്ള മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആളുകളിലും ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ്, അതായത് ഒരുപാട് സങ്കടം വരിക, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുക, ഇങ്ങനെയുള്ള ആളുകളിലും ഈ ഒരു ആസ്മയുടെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഈ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും നമ്മൾ ശരീരത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഓവറായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രോബ്ലംസ് വരുന്നു, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് ചുമ, ശ്വാസമുട്ടൽ പോലെ ഉണ്ടാവുക, കുറുകലുണ്ടാവുക, അതുപോലെ ഒരു വലിവ് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ കുറച്ചൊന്ന് നടക്കുമ്പോഴേക്ക് ക്ഷീണം വരിക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പല രോഗികളും വന്ന് പറയാറുള്ളതാണ് ഈ ഒരു ചെസ്റ്റ് ടൈറ്റ്നസ് എന്ന് പറയും. അതായത് നമ്മളെ ചെസ്റ്റ് റീജിയനിൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടൊരു ഭാരം ഉള്ള പോലെ തോന്നാറുണ്ട്. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആസ്മ കാരണം സ്കൂളിൽ മര്യാദയ്ക്ക് പോകാൻ പറ്റാതിരിക്കുക, കൂടുതൽ അറ്റൻഡൻസ് ഇഷ്യൂസ് ആണ് കാണാറുള്ളത്. അതായത് അവർക്ക് പോകാൻ കഴിയില്ല, പെട്ടെന്നായിരിക്കും ആസ്മയുടെ ബുദ്ധിമുട്ട് വരിക. പിന്നെ അതുപോലെ ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല, തണുപ്പടിക്കുമ്പോഴേക്ക്, കാലാവസ്ഥ മാറുമ്പോഴേക്കൊക്കെ ഈ ഒരു ഇഷ്യൂസ് കൂടുതലായിട്ട് വരും. പിന്നെ ആസ്മയുടെ ഒരു ബുദ്ധിമുട്ടുകൾ രാത്രിയായിരിക്കും കുറച്ച് കൂടുന്നത്. അത് കാരണം തന്നെ ഉറക്കക്കുറവ്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, വെയിറ്റ് ലോസ്, ഇങ്ങനത്തെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടും ഓരോ ആളുകളിൽ കാണാറുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല. അതൊരു എപ്പിസോഡിക് അറ്റാക്കാണ് ആസ്മയിൽ സാധാരണ കാണാറ്. അതായത് കുറേ കാലം ഒരു സിംറ്റംസും കാണില്ല, പിന്നെ പെട്ടെന്ന് ആയിരിക്കും അടുത്തൊരു ആസ്മാറ്റിക് പ്രസൻറ്റേഷൻ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനാണ് ആസ്മ എന്ന് പറയുന്നത്. പിന്നെ ശ്വാസകോശത്തിൽ നീർക്കെട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ
കോശത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന മറ്റു പല അസുഖങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഈ COPD പോലുള്ള അസുഖങ്ങൾ അതിൽ പെടും. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസിന് ശേഷം, അതായത് ഇപ്പോൾ കോവിഡ് പോലുള്ള ഇൻഫെക്ഷൻസിന് ശേഷം ഉണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ്, ഇതൊക്കെ ഈ ഒരു നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഈ ബ്രോങ്കിയൽ ആസ്മയുടെ രോഗനിർണയം നടത്താം എന്നുള്ളതാണ്. നമുക്ക് ലക്ഷണങ്ങളിൽ നിന്ന് തന്നെയാണ് രോഗനിർണയത്തിലേക്ക് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പൈറോമെട്രി ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ലങ്സിൻ്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെസ്റ്റുകളാണ്. അതുപോലെ തന്നെ അലർജിയും ഒരു ഘടകമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അലർജി, പക്ഷേ അലർജി ഉള്ള എല്ലാ ആളുകൾക്കും ആസ്മ ഉണ്ടായിക്കോണമെന്നില്ല. അതുപോലെ തന്നെ ആസ്മ ഉള്ള എല്ലാ ആളുകൾക്കും അലർജി ഉണ്ടായിക്കോണമെന്നില്ല. എന്നാലും അലർജി കൂടി ആസ്മ വരാനുള്ള ഒരു ചാൻസ് വളരെയധികം ഉണ്ട്. അത് കാരണം തന്നെ നമുക്ക് അലർജീൻ്റെ ടെസ്റ്റുകളായ IgE അല്ലെങ്കിൽ AEC ടെസ്റ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ബ്ലഡ് കൗണ്ടിൻ്റെ കൂടെ തന്നെ, കംപ്ലീറ്റ് ബ്ലഡ് റൂട്ടീൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റുകളും കൂടിയും ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫുഡിനോട് അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കിൻ പ്രിക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അത് ചില ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ആസ്മാറ്റിക് സിംറ്റംസ് കാണാറുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്കിൻ പ്രിക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളിൽ എക്സ്റേ എടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ബേസിക്കായിട്ട് ചെയ്യാവുന്ന ടെസ്റ്റുകളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു മാനേജ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ആസ്മ ഉണ്ടാക്കുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വഴി. ഇനി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കൂടുതലായിട്ട് മധുരം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓവർ പ്രോസസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ റെഡ് മീറ്റ്സ്, ഷെൽ ടൈപ്പ് ഭക്ഷണങ്ങൾ, അതുപോലെ ചില ആളുകൾക്ക് കൊഴുപ്പ് കൂടിയ പാല്, അതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നിലക്കടല പോലുള്ളവ, ഡ്രൈ ഫ്രൂട്ട്സ് പോലുള്ളവ, ഈ ഒരു സാധനങ്ങളൊക്കെ ഡയറ്റിൽ നിന്നൊന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ മഞ്ഞളിൻ്റെയും തേനിൻ്റെയും ഉപയോഗം കൂട്ടാവുന്നതാണ്. കുറച്ച് മതിയാവും. കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് തേനിലേക്ക് ചാലിച്ച് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പേരയ്ക്ക, മാതളം, ആപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ശ്വസന വ്യായാമങ്ങളെ കുറിച്ചാണ്. ഇത് ജസ്റ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ചെയറിൽ ചാരി ഇരിക്കുക, എന്നിട്ട് കൂളായിട്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഒരു 1 to 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം പതുക്കെ ആയിട്ട് പുറത്തേക്ക് കളയുക. അതായത് ഒരു 4 സെക്കൻഡ്സ് എടുത്തിട്ട് വേണം ശ്വാസം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഒരു 5 ടൈംസ് ചെയ്യാവുന്നതാണ്. അതായത് ആദ്യം നമുക്ക് ഈ ആസ്മ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ആദ്യം ഹോൾഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നത്രയ്ക്ക് ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുമ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ്, അതായത് നെഞ്ഞുവേദന പോലെ വരിക, അല്ലെങ്കിൽ തലകറക്കം വരിക, അങ്ങനെയുള്ള ആളുകൾ ഇത് ചെയ്യണമെന്നില്ല. അവർ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതിയാവും. മറ്റൊന്നാണ്, നമുക്ക് ഡയഫ്രം ഏരിയയിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഡയഫ്രം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ അബ്ഡോമിൻ്റെ, അതായത് വയറിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൈ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഒരു 1 to 2 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി. അതിനുശേഷം പതുക്കെ ആയിട്ട് 4 സെക്കൻഡെങ്കിലും എടുത്തിട്ട് നിങ്ങളത് എക്സേൽ ചെയ്ത് കളയുക. അത് വായു പുറത്തേക്ക് കളയുക. ഇത് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടാൻ വേണ്ടി സഹായിക്കുന്ന എക്സസൈസ് ആണ്. അതുപോലെ തന്നെ യോഗ, പ്രാണായാമം, ഇവയൊക്കെ ആസ്മയുള്ള ആളുകൾക്ക് നല്ലതാണ്. പക്ഷേ ഓൾവേസ് ഒരു ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ കീഴിൽ മാത്രമേ ഇത് ചെയ്യാവൂ. സ്വയം ആയിട്ട് ചെയ്യരുത്. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഹോമിയോപ്പതിയിൽ എഫക്റ്റീവായിട്ടുള്ള പാർശ്വഫലരഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആസ്മയ്ക്കും അലർജിക്കൊക്കെ ലഭ്യമാണ്. നമുക്ക് ആസ്പിഡോസ്പെർമ, സാംബക്കസ്, അർസനിക്ക, ആൽബം, ഡോർണം തുടങ്ങി നിരവധി മരുന്നുകൾ ഓരോ രോഗിയുടെയും ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള, അതായത് ശാരീരിക ലക്ഷണങ്ങളും മാനസിക ലക്ഷണങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ആസ്മയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ അലർജിക്കെതിരായിട്ടൊക്കെ ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. താങ്ക്